ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് പറയാനാ? ജോലി ചെയ്യുക, അവനവൻ്റെ ജോലി ചെയ്യുക, വീട്ടിൽ പോവുക. അതിലപ്പുറം ഒരു അധ്യാപകൻ ഒരു സ്കൂളിൽ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ജോലി ചെയ്യുക, വീട്ടിൽ പോവുക, ജോലി ചെയ്യുക, വീട്ടിൽ പോവുക, അതുമാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾ ഇവിടെ ഒക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ. ഈ പുഴയോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കാ കിട്ടുക? ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങള്, ഒരുപാട്, അതിനെല്ലാം കിട്ടി. ഹലോ ഗൈസ്, ഉരുൾപൊട്ടൽ കാണാതായ അർജുൻ്റെ തലയിൽ ഈ ആന തൂറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വെച്ചവർ കമൻറ്റ് ചെയ്യൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പത്രമാധ്യമങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നുവേണ്ട സകലയിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ കണ്ണു നനയിക്കുന്നതും ഹൃദയം തകർക്കുന്നതുമായ വിവരണങ്ങളുടേതാണ്. കർണാടകയിൽ മലയിടിഞ്ഞു മരണപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരും അക്കൂട്ടത്തിൽ കാണാതെയായ മലയാളിയായ അർജുൻ എന്ന ചെറുപ്പക്കാരനും. ആ വാർത്തകൾ അവസാനിക്കും മുമ്പ് തന്നെ വയനാട്ടിൽ നിന്നും മനുഷ്യ മനസാക്ഷിയെ ആഴത്തിൽ മുറിപ്പെടുത്തുന്ന വാർത്തകളും ദൃശ്യങ്ങളും കൊണ്ട് മാധ്യമങ്ങൾ വീണ്ടും നിറഞ്ഞിരിക്കുന്നു. വലിയ പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും കൂടി ജീവിതത്തെ കെട്ടിപ്പടുത്ത് മുന്നേറിയ ഒരു കൂട്ടം ജനങ്ങൾ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഇഹലോകവാസം വെടിഞ്ഞു. സ്ത്രീകളും പുരുഷന്മാരും കുരുന്നു കുട്ടികളും ഉൾപ്പെടെ ഏകദേശം 500ഓളം ജനങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷരായിരിക്കുകയാണ്. ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങൾ, ചേതനയറ്റു മലവെള്ളപ്പാച്ചിലിനൊപ്പം കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയ മൃതശരീരങ്ങൾ, ഒരായുസ് മുഴുവനും കഠിനാധ്വാനം ചെയ്ത് അതിൽ ലഭിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും കൊണ്ട് കെട്ടിപ്പൊക്കിയ മനോഹര സൗധങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചകൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത, കരളലിയിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന, കണ്ണു നനയിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ഓരോ ജനതയും വിങ്ങിപ്പൊട്ടുകയാണ്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ക്യാമ്പുകൾക്കുള്ളിൽ കഴിയുന്നവർ മാത്രമല്ല, കേരളം മുഴുവൻ വിതുമ്പുകയാണ് ഈ മഹാദുരന്തത്തിൻ്റെ മുൻപിൽ. ഈ കെട്ട കാഴ്ചകൾ കണ്ട് ഹൃദയ തകർച്ചയോടുകൂടി നിൽക്കുന്ന ജനങ്ങൾ ഇന്ന് സമൂഹ മാധ്യമത്തിൽ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. അത് ദുരന്ത ദൃശ്യങ്ങൾ കാട്ടി ചങ്കുപൊട്ടി കരയുന്ന ഒരു അധ്യാപകന്റെ കണ്ണീര് കണ്ടുകൊണ്ട് പൊട്ടിച്ചൊരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോയാണ്. വയനാട്ടിലെ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ഉണ്ണിമാഷ് തകർന്നടിഞ്ഞ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന ആ വീഡിയോ, അതൊരു ചെറുപ്പക്കാരൻ വലിയ ആഹ്ലാദത്തോടും അതിലേറെ പരിഹാസത്തോടും ആനന്ദത്തോടും കൂടി പ്രദർശിപ്പിച്ച് സംതൃപ്തി അടയുന്ന കാഴ്ചയാണ്. ഒരു ട്രോൾ വീഡിയോ. ഞെട്ടലോടെ മാത്രമേ ആ വീഡിയോ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. ഇത് കാണുമ്പോൾ സ്വാഭാവികമായി വരുന്ന ചോദ്യം, ഇങ്ങനെയുമുണ്ടോ മനുഷ്യർ എന്നുള്ളതാണ്. ദുരന്തം ബാക്കി വെച്ച ഒരു കൂട്ടം ആൾക്കാർ, ജീവന്റെയും മരണത്തിൻ്റെയും നൂൽപ്പാലത്തിലൂടെ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു ജനത, അവരുടെ വേദന കാണുമ്പോൾ മുഖത്ത് പുഞ്ചിരി വിടരുന്ന, ഉള്ളിൽ നിന്നും സന്തോഷം പറഞ്ഞു പൊങ്ങുന്ന, ആ സന്തോഷം മാലോകരെ കാണിക്കുവാൻ വേണ്ടി ട്രോൾ വീഡിയോ ചെയ്യുന്ന മനുഷ്യൻ. സത്യത്തിൽ ഇവരെയൊക്കെ മനുഷ്യർ എന്ന് എങ്ങനെ വിശേഷിപ്പിക്കുവാൻ കഴിയും? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? വാസ്തവത്തിൽ ഇയാൾ മനുഷ്യൻ തന്നെയാണോ? സഹജീവിയുടെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്ന ഇയാളെ എന്ത് പേരിട്ടാണ് വിശേഷിപ്പിക്കുക? ആരാണ് ഇയാൾ? എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്? ഈ ചോദ്യം ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ചോദിച്ചിട്ടുണ്ടാകുവാൻ സാധ്യതയുണ്ട്. റിനോ ലവ് എന്ന പേരിലുള്ള ഒരു യൂട്യൂബ് ചാനലിലാണ് ഇങ്ങനെയൊരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. ചില ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതെയായ അർജുൻ്റെ ഫോട്ടോ പ്രദർശിപ്പിക്കുകയും അതിന് മുകളിൽ നിന്നുകൊണ്ട് അർജുൻ്റെ തലയിലേക്ക് ഒരു മൃഗം വിസർജിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ആനിമേഷൻ വീഡിയോ അദ്ദേഹം പങ്കുവച്ചു. ഇപ്പോഴിതാ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഹൃദയം തകർന്ന് പൊട്ടിക്കരയുന്ന ഉണ്ണിമാഷിൻ്റെ വീഡിയോ പ്രദർശിപ്പിച്ചിട്ട് അതിൻ്റെ കീഴിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗോഷ്ടി കാണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വീഡിയോയുമായി അയാൾ വീണ്ടും എത്തിയിരിക്കുന്നു. അയാളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കാണുവാനില്ല. അധികാരികൾ അത് പൂട്ടിച്ചുവെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ച് പല യൂട്യൂബേഴ്സും വളരെ വിശദമായി വിമർശിക്കുകയും അയാളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അർഹിക്കുന്ന ശിക്ഷ നൽകുകയും ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്ന വീഡിയോകൾ പലതും കണ്ടു. വാസ്തവത്തിൽ എന്താണ് ഈ ചെറുപ്പക്കാരൻ്റെ പ്രശ്നം? ആരാണ് ഇയാൾ? എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാൻ ഇയാൾ പ്രേരിപ്പിക്കപ്പെട്ടത്? കേവലം കുറച്ച് വ്യൂസ് ലഭിക്കുകയും അതിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വില കുറഞ്ഞ തന്ത്രമാണോ അയാൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാൻ കാരണമായി മാറിയത്? ഈ വീഡിയോയുടെ കീഴിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് കമൻറ്റുകൾ മാത്രമായിരിക്കും വരിക എന്നും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ തുടർന്ന് താൻ അനുഭവിക്കേണ്ടി വരും എന്നും അല്പമെങ്കിലും ബോധമുള്ള ഏതു മനുഷ്യനും ചിന്തിക്കില്ലേ? അങ്ങനെയുള്ള വ്യക്തികൾ ആരെങ്കിലും ഇത്തരത്തിൽ ഒരു നെറികേട് കാണിക്കുവാൻ മുതിരുമോ? ഒരിക്കലുമില്ല.
കാരണം ഒരു നാടാകെ വിതുമ്പലടക്കുവാൻ പാടുപെടുമ്പോൾ സുബോധമുള്ള ഒരു മനുഷ്യരും ഇത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൃത്യത്തിന് ഇയാൾ മുതിർന്നത്? ഇതിന് വ്യക്തമായ പല കാരണങ്ങളുമുണ്ട്. ഒരുപക്ഷെ നല്ല തല്ലുകൊള്ളാത്തതിൻ്റെ കേടാണെന്നായിരിക്കും ബഹുഭൂരിപക്ഷം ആൾക്കാരും പ്രതികരിക്കുക. എന്നാൽ ഇതൊരു മനോരോഗമാണ് എന്നുള്ളത് എത്ര ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്? മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഒരുതരം വല്ലാത്ത മാനസികാവസ്ഥ. ഇത്തരക്കാരെ മനഃശാസ്ത്രം സാഡിസ്റ്റുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപരൻ്റെ ശരീരം വേദനിക്കുന്നത് കാണുമ്പോൾ, സഹജീവികൾ കണ്ണുനീരൊഴുക്കുന്നത് കാണുമ്പോൾ അത് ഇവർക്കൊരു ആനന്ദ കാഴ്ചയാണ്. അങ്ങനെയുള്ള സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി ഒരുപക്ഷെ മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ പോലും ഇത്തരക്കാർ തയ്യാറാകും. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയായി മാറുന്നത്? മനഃശാസ്ത്രം ഇതേക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ബാല്യകാലത്തിലെ തിക്താനുഭവങ്ങൾ, വേദനകൾ, മാനസിക സംഘർഷങ്ങൾ, മുറിവുകൾ ഇവയൊക്കെ ആവാം ഈ ഒരു തരത്തിലേക്ക് ഇവരെ എത്തിക്കുക എന്നുള്ളതാണ്. ബാല്യകാലഘട്ടത്തിൽ മാതാപിതാക്കളിൽ നിന്നും ഏൽക്കുന്ന ശാരീരികവും മാനസികവുമായ ക്രൂരമായ മുറിവുകൾ അന്ന് അതിനോട് പ്രതികരിക്കുവാൻ ത്രാണിയില്ലാതിരുന്നത് കൊണ്ട് വളർന്നപ്പോൾ ബാല്യകാലത്തിൽ താനേറ്റ വേദനകൾക്ക് പ്രതികാരം ചെയ്യുന്നത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന കണ്ട് സംതൃപ്തി നേടിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്ത ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് ഇവിടെ ശരിക്കും കുറ്റവാളികളായി മാറുവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്യേണ്ടതും അവർ തന്നെയാണ്. സാഡിസ്റ്റ് മെൻറ്റാലിറ്റി എന്നുള്ളത് ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു മാനസിക വൈകല്യമാണ്. കൃത്യസമയത്ത് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഈ കുട്ടിക്ക് ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ദുരന്തമായി അയാളുടെ ജീവിതം വഴിമാറിപ്പോകില്ലായിരുന്നു. ഇനിയും വൈകിട്ടില്ല. സമൂഹം ഇയാളെ ആക്രമിക്കുകയും ഒരുപക്ഷെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന് മുൻപ് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ വേണ്ട ചികിത്സകൾ നൽകി അയാളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനാണ് ശ്രമിക്കേണ്ടത്. ഇല്ലായെങ്കിൽ നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിലും വലിയ ദുരന്തങ്ങളായിരിക്കും. ഒരുപക്ഷെ ഇയാൾ വിവാഹിതനായാൽ ഇയാളുടെ ഭാര്യയാകുവാൻ പോകുന്ന സ്ത്രീക്ക്, ഇയാൾക്ക് പിറക്കുവാൻ പോകുന്ന മക്കൾക്ക് അതെല്ലാ നിമിഷവും അപകടകരമായ അവസ്ഥയായിരിക്കും. അവർ വേദനയുടെയും ദുരന്തത്തിൻ്റെയും നിഴലിൽ കൂടി മാത്രമായിരിക്കും നിരന്തരം ജീവിതം തള്ളി നീക്കി മുൻപോട്ട് പോവുക. ഓരോ നിമിഷവും തനിക്ക് ചുറ്റുമുള്ളവരെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ട് അവരുടെ പൊട്ടിക്കരച്ചിലുകളും അവരുടെ തേങ്ങലുകളും കണ്ട് ഇയാൾ ആനന്ദം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ചുരുക്കത്തിൽ ഓരോ ദിവസവും അനേകം മനുഷ്യരിൽ ഇയാൾ ദുരന്തങ്ങൾ വിതച്ചുകൊണ്ടേയിരിക്കുമെന്ന് സാരം. ലോകപ്രശസ്തനായ ഒരു സാഡിസ്റ്റിനെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉയർത്തിക്കാട്ടാറുണ്ട്. അയാളുടെ പേരാണ് അഡോൾഫ് ഹിറ്റ്ലർ. ജനലക്ഷങ്ങളെ കൂട്ടക്കുരുതി നടത്തിയ നരാധമൻ. നിരപരാധികളായ പച്ച മനുഷ്യരെ നിർദ്ദയം പീഡിപ്പിക്കുകയും അതിൽ ആഹ്ലാദം കണ്ടെത്തുകയും ചെയ്ത ഒരു നികൃഷ്ട ജന്മം. ബാല്യകാലത്തിൽ സ്വന്തം പിതാവിൽ നിന്നുമേറ്റ പീഡനങ്ങളായിരുന്നു ഹിറ്റ്ലർ എന്ന ഒരു ചെറിയ മനുഷ്യനെ ഭീകരനാക്കി ലോകത്തിൻ്റെ മുമ്പിൽ വളർത്തിയത് എന്നുകൂടി ചരിത്രം പറഞ്ഞു വെക്കുന്നിടത്താണ് ഈ കഥ പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് മഹാദുരന്തത്തിൻ്റെ വാർത്തകളും ദൃശ്യങ്ങളും ഒരു സമൂഹത്തെ ഒന്നടങ്കം സങ്കടക്കടലിലേക്ക് തള്ളിയിടുമ്പോൾ കണ്ണീരടക്കുവാൻ പരമാവധി പാടുപെടുന്ന ജനതയുടെ മുൻപിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ എത്തിക്കുന്നത് അവരുടെ ക്ഷമയെ പരീക്ഷിക്കലായി മാറും. നിയന്ത്രണം നഷ്ടപ്പെട്ട മനുഷ്യർ ചിലപ്പോൾ അക്രമാസക്തരാകുവാനും അയാളെ ഇല്ലാതെയാക്കുവാനുമുള്ള സാധ്യതകൾ വരെ മുൻപിലുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇയാൾക്ക് ആവശ്യമായ ചികിത്സ നൽകി ഒരു മനുഷ്യനായി ജീവിക്കുവാൻ അയാൾക്ക് വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അയാളുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.